ആഗമന ഞായർ, ദൈവകൃപ, എളിയവരുടെ പ്രത്യാശ. ഗ്രേസ് ഓഫ് ഗോഡ്, ദ ഹോപ്പ് ഫോർ ദ ലവ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ 48-ാം വാക്യം. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ പഞ്ചാംഗം അനുസരിച്ച് ആഗമനത്തിൽ ആരംഭിച്ച് പെന്തക്കോസ്ത് വരെ തുടരുന്നതായ കാലം. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യാശയാണ് ആഗമനത്തിൽ ചിന്തിക്കുന്നത്. ക്രിസ്മസ് വരെ നീളുന്ന കാലയളവാണ് ആഗമനം. ആഗമനം വാക്കിൽ തന്നെ അർത്ഥസമ്പുഷ്ടമാണ്. അറൈവൽ, വരവ്, ഒരു പുതിയ കണ്ടുപിടുത്തം, പ്രിയപ്പെട്ടവരുടെ വരവ്, ഇതൊക്കെ ആകാംക്ഷയും പ്രതീക്ഷയും നൽകുന്നതാണ്. അപ്രകാരം കർത്താവിൻ്റെ വരവും നാം പ്രതീക്ഷയോടെ കാണും. ഈ കാലം ക്രിസ്മസിനുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ അന്ത്രയോസിന്റെ ദിനത്തോട് ചേർന്നുള്ളതായ ഞായറാഴ്ച ആരംഭിച്ച് ഡിസംബർ 24 വരെ നീളുന്ന കാലയളവ് പശ്ചാത്താപം, തയ്യാറെടുപ്പ്, പ്രതീക്ഷ, രാജകീയത എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചിന്തകളും അനുതാപത്തിൻ്റെ വയലറ്റ് നിറവും ഇതിൻ്റെ പ്രത്യേകത ഉളവാക്കുന്നു. ഈ ആഗമനകാലം അനുഗ്രഹമാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നത് ദൈവകൃപ, എളിയവരുടെ പ്രത്യാശ. ഗ്രേസ് ഓഫ് ഗോഡ്, ദ ഹോപ്പ് ഫോർ ദി ലവ്ലി. ഒന്നാമതായി, പ്രത്യാശ നശിക്കുന്ന സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന ദൈവകൃപ. ഗോഡ്സ് ഗ്രേസ് ഫോർ എ പെരിഷിംഗ് കമ്മ്യൂണിറ്റി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ സമൂഹം ഫറവോന്റെ അധീനതയിൽ, അടിമത്തത്തിൽ കഴിയുന്നു. ജനിക്കുന്ന ആൺകുട്ടികൾക്ക് മരണം വിധിക്കപ്പെട്ടിരിക്കും. അതിൻ്റെ മധ്യത്തിൽ പിറന്ന ഈ ശിശുവിൻ്റെ മാതാപിതാക്കളുടെയോ തൻ്റെ സഹോദരനായ അഹരോന്റെയോ പേർ ഇവിടെ പരാമർശിക്കുന്നില്ല. അന്ധത നിറഞ്ഞ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം മോശയുടെ ജന്മത്തിലുള്ളതായ ദൈവിക പരമാധികാരത്തെ ഇവിടെ വെളിവാക്കുകയാണ്. ഈ ആൺകുട്ടിയെ സുരക്ഷിതമായി നദിയിലിടുവാനും അവന്റെ കരച്ചിൽ കേട്ട ഫറവോന്റെ പുത്രിക്ക് മനസ്സിലുണ്ടായി അവന്റെ വളർത്തമ്മയായി സ്വന്തം മാതാവിനെ വേദന നൽകി ഏൽപ്പിക്കുവാനുമുള്ള ദൈവകൃപ. ഇസ്രായേലിന്റെ വൈരിയുടെ വളർത്തുമകനായി തീർക്കുവാനുള്ള ദൈവിക പദ്ധതി. അങ്ങനെ മോശ ഇസ്രായേലിയുടെ അഭ്യസനവും മിസ്രൈമ്യരുടെ അഭ്യസനവും തന്റെ മാതാപിതാക്കളുടെ വിശ്വാസവും പരിശീലിച്ചു. വലിച്ചെടുക്കപ്പെട്ട ശിശു ദൈവം തന്റെ ജനത്തെ വലിച്ചെടുക്കുന്നതിന് മാധ്യമമായി. ദൈവകൃപ നാമും എത്ര അധികമായി അനുഭവിക്കും. രണ്ടാമതായി, ദൈവത്തോട് നന്ദിയുള്ളവരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കോൾ ടു ബി ഗ്രേറ്റ്ഫുൾ ടു ഗാഡ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്നതെല്ലാം സാങ്കേതികതയുടെ നേട്ടം എന്ന് അഭിമാനിക്കുമ്പോൾ ദൈവിക തെരഞ്ഞെടുപ്പിനെ നാം മറക്കുന്നു. എന്നാൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായി വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കും. എന്തിനെന്ന് തുടർന്ന് സൂചിപ്പിക്കുന്നു. കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിച്ചിരിക്കുന്നു. എന്നാൽ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളണം. ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് വിധേയമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം ശ്രമിക്കുന്നു. അവിടെ ദൈവകൃപയും സാക്ഷ്യവും നഷ്ടപ്പെടും. മൂന്നാമതായി, ദൈവകൃപ, എളിയവരുടെ പ്രത്യാശ. ഗ്രേസ് ഓഫ് ഗോഡ്, ഹോപ്പ് ഫോർ ദ ലവ്ലി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46 മുതലുള്ള വാക്യം. സുവിശേഷ ഭാഗം ഒരു വെല്ലുവിളിയേറ്റ ധീര വനിതയുടെ പ്രഖ്യാപനമല്ല, മറിച്ച് ദൈവകൃപയ്ക്കായി സമർപ്പിച്ച യുവതിയുടെ സാക്ഷ്യമാണ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമ്പോൾ താൻ കടന്നുപോയ പാതകളും ത്യാഗവും സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നതിലെ നിഷ്കളങ്കത നമുക്ക് അംഗീകരിക്കാനാകുമോ? തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ച ദൈവം
ദൈവപുത്രന്റെ മാതാവാകുവാനുള്ള താഴ്ച. എന്നാൽ ഇന്ന് എൻ്റെ അവസ്ഥയെ സ്വീകരിക്കുവാൻ ഉതകുന്ന ദൈവത്തെ സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ മറിയ, കൂടാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സഖറിയ എലിസബത്ത് ദമ്പതികൾക്ക് ഒരു മകൻ നൽകപ്പെടുന്നു. ഇവിടെ പൈതലിന്റെ നാമകരണ വേളയിൽ ശബ്ദം നഷ്ടപ്പെട്ട സഖറിയാവിന് തനിക്കുണ്ടായ ദർശനത്തെപ്പറ്റി ഭാര്യയോട് സൂചിപ്പിച്ചിരുന്നു എന്ന് അഭിമാനിക്കാം. സാധ്യതകൾ അസ്തമിക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവകൃപ നമ്മെ ബലപ്പെടുത്തുന്നു. സമൂഹത്തിന് സാക്ഷ്യവും അത്ഭുതകരവുമായ ജനനവും നാമകരണവുമായ ഈ ആഗമന കാലം നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കുവാനാകുമോ? ഈ യുഗത്തിൽ എല്ലാം യാന്ത്രികവും ക്രമീകൃതവും ആണെങ്കിൽ മാത്രമേ അംഗീകരിക്കുവാൻ ആകുന്നുള്ളൂ. എന്നാൽ പ്രത്യാശ കൈവിട്ട സമൂഹത്തെ പ്രത്യാശയിൽ നിലനിർത്തുന്ന ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. ഈ ആഗമനകാലം പ്രതീക്ഷ നൽകുന്നതാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ സ്വർഗോന്നതികളെ വിട്ട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നതായ ഈ ദിവസങ്ങളിൽ വീണ്ടും വരുന്നവനായ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തിരുവചനം കർത്താവെ ഞങ്ങൾക്ക് എന്നും അനുഗ്രഹമായി വചനസത്യങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനും സഹായിക്കണം. ഞങ്ങളുടെ സഭയെയും ദേശത്തെയും സമൂഹത്തെയും വാഴ്ത്തണം. ഈ ക്രിസ്മസിൻ്റെയും ആഗമനത്തിൻ്റെയും കാലം, ഈ ആഗമനത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും കാലം എല്ലാവർക്കും അനുഗ്രഹമാകണമേ. കൃപയിൽ ഫലമേൽപ്പിക്കുന്നു, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.